എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളെ എല്ലാവരും ഒരു ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. സ്വന്തമായിട്ട് വീടിൽ ഇനിയും ഇല്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ വാടകയ്ക്ക് കിടക്കുന്ന ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് വീട് കിട്ടാൻ വേണ്ടി 90 ദിവസം ഈ പറയുന്ന കാര്യം ഭക്തിപൂർവ്വം ചെയ്യുവാണെങ്കിൽ, അത് ദേവിയുടെ നടയിൽ വെക്കുവാണെങ്കിൽ നമുക്ക് വീടിന് ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. നമ്മൾ ആത്മാർത്ഥമായിട്ട് വീട് മേടിക്കുകയാണെങ്കിൽ പൈസ വേണമല്ലോ, അപ്പോൾ അതിനുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകും. നമ്മൾ ഈ സർക്കാർ തലത്തിലൊക്കെ അപേക്ഷകൾ, അതായത് വീടില്ലാത്തവർക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ വീട് വെക്കാനുള്ള അപേക്ഷകളൊക്കെ വെക്കുമ്പോഴത്തേക്ക് അത് തടസ്സമില്ലാതെ നമ്മളിലേക്ക് കിട്ടാനും നമുക്ക് വീട് മേടിക്കാനും, അതേപോലെ തന്നെ അച്ഛൻ വഴി അമ്മ വഴിക്ക് ഓഹരികൾ ഉണ്ടെങ്കിൽ അതൊക്കെ തടസ്സമില്ലാതെ കിട്ടാനും നമുക്ക് എന്തായാലും വീടുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഈ ഒരു കാര്യം ചെയ്യേണ്ടതാണ്. വേറെ ഒന്നുമല്ല, 90 ദിവസം എന്ന് ഉദ്ദേശിക്കുന്ന 3 മാസമാണ്. ഈ 3 മാസം നമ്മളെ കൊണ്ട് ആകുന്ന ചില്ലറ പൈസ എടുക്കുക, എന്നിട്ട് ഒരു കുടുക്ക മേടിക്കുക. കുടുക്ക മേടിക്കുന്ന ഉദ്ദേശം ഇല്ലെങ്കിൽ ഒരു ടിന്നായാലും മതി. മേടിച്ചിട്ട് ഈ എന്ത് ചെയ്യണം, ഈ 1 രൂപയോ ഇല്ലെങ്കിൽ 5 രൂപ നാണയം, 1 രൂപ ഒറ്റ സംഖ്യ ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എല്ലാ ദിവസവും, അപ്പോൾ നമ്മൾ ഈ 90 ദിവസത്തേക്ക് നാണയം കരുതി വെക്കണം. 1 രൂപയോ 5 രൂപ, അത് ഇതാകാം. അഥവാ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ 2 രൂപ ആകാം. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കുന്നത് ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും നല്ലത്. എന്നിട്ട് ഈ നാണയം എടുത്തിട്ട് നമ്മുടെ നെറ്റിയിൽ വെക്കുക. എന്നിട്ട് ദേവി കൊടുങ്ങല്ലൂർ അമ്മയെ പ്രാർത്ഥിക്കുക. അതായത് കിഴക്കോട്ട് നോക്കി ഇന്ന് രാവിലെ കുളി കഴിഞ്ഞ്, അമ്മ ഇന്ന പോലെ വീടുപരമായ പ്രശ്നങ്ങൾ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല, ഇത്രയും കാലം വാടകയ്ക്കാണ് കിടക്കുന്ന, ആ ഒരു തടസ്സങ്ങൾ മാറിക്കിട്ടണം. ഇല്ലെങ്കിൽ അച്ഛൻ വഴി അമ്മ വഴി ഓഹരികൾ കിട്ടാനുണ്ട്, ആ ഒരു തടസ്സം മാറിക്കിട്ടണം. സർക്കാരിൽ ഞങ്ങൾ അപേക്ഷ വെക്കുമ്പം ഒരു തടസ്സവും കൂടാതെ ഞങ്ങളുടെ വീട് മേടിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകണം, സാമ്പത്തികം ഉണ്ടാകണം. സാമ്പത്തികം ഉണ്ടാക്കി എന്താകണം, ജോലിയിൽ നല്ല സാലറി ഉണ്ടാകണം, നല്ല ജോലി കിട്ടണം. നമ്മുടെ മനസ്സിലെ നല്ല നല്ല ആഗ്രഹങ്ങൾ ദേവിയോട് പ്രാർത്ഥിച്ച് നമ്മൾ എല്ലാ ദിവസവും കൊടുങ്ങല്ലൂർ അങ്ങനെ സങ്കല്പിച്ച് 3 തവണ ഒഴിയുക. എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന, അതായത് കുടുക്കയോ ഇല്ലെങ്കിൽ ഒരു ഡെപ്പിക്കകത്ത് വെക്കുക. ഇത് 90 ദിവസം മുടങ്ങാതെ ചെയ്യുക. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, അമ്മമാരൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അമ്പലത്തിൽ പോകാത്ത സമയത്ത് 90 ദിവസം നാണയം ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു കാര്യം ചെയ്യേണ്ട, ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യാം. ഏകദേശം നിങ്ങൾ തന്നെ ഒരു 90 ദിവസം ഒരു കണക്ക് വെച്ചാൽ മതി. എന്നിട്ട് ഇത്രയും പൈസ 90 ദിവസമായി കഴിഞ്ഞ് ആ ഒരു ഡെപ്പയോട് കൂടി, അല്ലെങ്കിൽ ആ ഒരു കുടുക്കയോട് കൂടി ദേവിയുടെ നടയെ കൊണ്ട് വെക്കുക. കുടുക്കയുടെ എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടാണെങ്കിൽ അത്രയും കുടുക്കയിൽ നിന്ന് എടുത്തിട്ട് ചുമന്ന പട്ടിനകത്ത് കിഴി കിട്ടി ദേവിയുടെ നടയെ വെച്ച് സങ്കല്പിച്ച് നമ്മൾ വെച്ചാലും മതി. അത് ചെയ്യുമ്പം ഒരു വെള്ളിയുടെ വീടും മേടിച്ച് ദേവിക്ക് വെക്കണം. അപ്പം നമ്മൾ ഈ 90 ദിവസം നമ്മുടെ ഭക്തിയും വിശ്വാസം ദേവി കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഓരോ ദിവസത്തിലും വീടിൻ്റെ ആയിട്ടുള്ള തടസ്സങ്ങൾ നമുക്ക് മാറിക്കിട്ടും. 90 ദിവസം ആകുമ്പോൾ നമുക്കൊരു തീരുമാനം കിട്ടും. അപ്പം നമുക്ക് സന്തോഷമായിട്ട് ദേവി കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ നമുക്ക് ചെന്ന് നല്ല കാര്യത്തോട് തന്നെ ഇത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. വാടകയ്ക്ക് കിടന്ന് ദുരിതം അനുഭവിക്കുന്നവർക്കൊക്കെ ഇത്രയും കാലം വീടായിട്ടില്ലെങ്കിൽ വീടിനുള്ള വഴി തെളിയും. ഞാൻ പറഞ്ഞത്, വീടിന് വഴി എനിക്ക് ഒത്തിരി കടമകളുണ്ട്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സാലറി കിട്ടണം, ഇതിന് പൈസ വേണമല്ലോ. അപ്പോൾ അതൊക്കെ പ്രാർത്ഥിച്ചാണ് ഞാനിത് വിശ്വാസപൂർവ്വം ചെയ്യാൻ പറഞ്ഞത്. ജോലിയിൽ നല്ലൊരു ജോലി കിട്ടണം, ജോലി സാലറി കൂടണം, നമുക്ക് സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതും യാതൊരു വഴക്കുകളും തടസ്സങ്ങളും കൂടാതെ നമുക്ക് കിട്ടണം, നല്ലൊരു സ്ഥലം കിട്ടണം. സർക്കാർ തലത്തിലൊക്കെ അപേക്ഷകൾ കൊടുക്കുമ്പോൾ ഒരു തടസ്സവും കൂടാതെ നമുക്ക് എല്ലാ പൈസയും കിട്ടി, ലോണാണെങ്കിലും കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി വിശ്വാസപൂർവ്വമാണ് ഞാൻ ഈ ഒരു കാര്യം ഭക്തജനങ്ങളോട് പറഞ്ഞത്. ദേവി കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമായി കിട്ടും. അപ്പോൾ വീടില്ലാത്തവരും വാടകയ്ക്ക് കിടക്കുന്നവരൊക്കെ 90 ദിവസം 1 രൂപയോ 5 രൂപയോ ചില്ലറ പൈസ എല്ലാ ദിവസവും വിളക്കിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് കൊടുങ്ങല്ലൂരമ്മയോട് പ്രാർത്ഥിച്ച് തന്നെ ഈ ഒരു കാര്യം, ആ ഒരു പൈസ ടിന്നിനകത്ത് ഇടുക. അപ്പോൾ 1 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ജോലിയിൽ സാലറിയൊക്കെ ഉയരും. നമ്മൾ അപേക്ഷയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അപേക്ഷയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരും, ലോണുകൾ കിട്ടും. കുടുംബോഹരിയൊക്കെ നമ്മൾ ചോദിച്ചാൽ ഒരു തടസ്സവും കൂടാതെ നമുക്ക് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത് 90 ദിവസം എന്ന് പറഞ്ഞത്. ഈ 90 ദിവസം 3 മാസം, അതായത് 3 മാസം, 90 ദിവസം എന്ന് പറഞ്ഞാൽ 3 മാസമാണ്. ഈ 3 മാസം നമ്മൾ ദേവിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് സന്തോഷമായി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വീടിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. കൂടുതൽ എന്തെങ്കിലും കബഡി വെച്ച് നോക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ജ്യോതിഷപരമായ കാര്യങ്ങൾ ഓൺലൈൻ വഴി മാത്രമാണ് നോക്കി തരുന്നത്. നോക്കുന്നതിന് ഇഷ്ടമുള്ളൊരു ദക്ഷിണ തന്നാൽ മതി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും.
അപ്പോൾ വീണ്ടും പറയുക, 1 രൂപയോ 5 രൂപയോ ആകാളോ 90 ദിവസം ഈ പൈസ നിറഞ്ഞതിന് ശേഷം 90 ദിവസം കണക്ക് കൂട്ടിയ ശേഷം ദേവിയുടെ നടയെ കൊണ്ട് ഇത് വെക്കുക.